ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. മഹാദേവേ നമ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. യാ ദേവി സർവഭൂതേഷു മാതൃഭാവേന സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജഗദംബികായൈ നമോ നമഃ. നമ്മള് ഇപ്പൊ അമ്മയുടെ വൈഭവ ആണ് വർണ്ണിക്കുന്നത്. അംബാ വൈഭവ വർണ്ണനം നോക്കാലോ നമുക്ക്. അങ്ങനെ ജയ രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ വ്യാസ മഹർഷിയെ, ശ്രീഹരി ചെയ്ത ശ്രേഷ്ഠമായ അംബായജ്ഞ വിധി അങ്ങയുടെ മുഖത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇനി ദേവി ചരിതവും കൂടി വിസ്തരിച്ച് പറഞ്ഞു തരണേ. അതിനുശേഷം ഞാൻ വിദ്യാമണ്ണം അംബായാഗം നടത്താം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിമുക്തനാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേദവ്യാസൻ പറയണു, രാജൻ, ദേവീചരിതവും ഇതിഹാസ പുരാണങ്ങളും ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാട്ടോ. പണ്ട് കോസല രാജ്യത്തിൽ ധ്രുവസന്ധി എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. സൂര്യവംശജനായ രാജാവ് ധർമ്മിഷ്ഠനും സത്യനിഷ്ഠനും വർണ്ണാശ്രമ വർണ്ണങ്ങളെ കൃത്യമായി ആചരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രജകളും സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. രാജ്യത്ത് മോഷ്ടാക്കളും അധർമ്മികളും ലുബ്ധന്മാരും അല്പം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ വളരെ ഗംഭീരായിരുന്നു. രാമരാജ്യം പോലുള്ളൊരു രാജ്യമായിരുന്നു ഈ മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ സുന്ദരിമാരായ പത്നികളാണ് മനോരമയും ലീലാവതിയും. അവരോടൊപ്പം രാജാവ് കൊട്ടാരത്തിൽ ആരാമത്തിലും കൊട്ടാരക്കെട്ടിലും ഉല്ലാസവാനായി രമിച്ചു നടന്നു. സുന്ദരിയായ ആദ്യപത്നി മനോരമയിൽ രാജലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരു പുത്രൻ ജനിച്ചു. ആ ബാലനാണ് സുദർശനൻ. ഒരു മാസത്തിന് ശേഷം സുന്ദരിയായ ലീലാവതിയിൽ ശത്രുജിത്ത് എന്ന പുത്രനും ജനിച്ചു. പുത്രലബ്ധിയിൽ സന്തുഷ്ടനായ രാജാവ് മക്കളുടെ ജാതകർമ്മം വിധിയാവണ്ണം നടത്തി. രണ്ടു മക്കളെയും രാജാവ് പക്ഷഭേദം കൂടാതെ സ്നേഹിച്ചു. രണ്ടാമത്തെ പത്നിയായ ലീലാവതിയിൽ ജനിച്ച ശത്രുജിത്ത് വാക്പാടവം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കവർന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സുദർശനേക്കാളും പ്രീതി ശത്രുജിത്തിലുണ്ടായി. ഒരു ദിവസം ധ്രുവസന്ധി രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. മുയല്, പുലി, പോത്ത്, ആന, കരിമാൻ, പന്നി തുടങ്ങിയ മുയലെല്ലാം ഘോരമൃഗമാണ്. എന്തെന്നായി പറയുന്നത്? പാവല്ലേ മാനും മുയലൊക്കെ. ഇതിൽ പറയുന്നു, ഘോരമൃഗങ്ങളെ വേട്ടയാടി മുന്നേറുമ്പോൾ ഒരു വൻ കാട്ടിലെ വള്ളിക്കിടയിൽ കിടന്ന ഒരു സിംഹം രാജാവിന്റെ മുന്നിലേക്ക് ചാടി. രാജാവിന്റെ അമ്പേറ്റ സിംഹത്തിന്റെ ശരീരത്തിൽ ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സിംഹം ദേഷ്യം കൊണ്ട് അലറിക്കൊണ്ട് രാജാവിന്റെ അടുത്തെത്തി. ഇതുകണ്ട രാജാവ് ധൈര്യം സംഭരിച്ച് ഉറയിൽ നിന്ന് വാളൂരി സിംഹത്തിന് നേരിട്ടു. രാജാവിന്റെ ഭൃത്യവർഗങ്ങളും കൂർത്തുമൂർത്ത അമ്പുകൾ സിംഹത്തിന്റെ നേർക്കയച്ചു. സിംഹം പെട്ടെന്ന് രാജാവിന്റെ നേർക്ക് ചാടി തന്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് രാജാവിനെ മാന്തി പൊളിച്ചു. താമസിയാതെ ചോര വാർന്ന് രാജാവ് മരിച്ചു വീണു. ഇതുകൊണ്ട് ഭൃത്യരായ ചമ്പുകളാൽ സിംഹവും ചത്തു വീണു. ഭൃത്യന്മാർ ഈ വർത്തമാനം വേഗം ചെന്ന് മന്ത്രിമാരെ അറിയിച്ചു. അവർ വേഗം കാട്ടിലേക്ക് വന്ന് രാജാവിന്റെ സംസ്കാര ക്രിയകൾ അവിടെ തന്നെ ചെയ്തു. മരണാനന്തര കർമ്മങ്ങൾ വസിഷ്ഠൻ വിധിയാവണ്ണം നടത്തിച്ചു. അദ്ദേഹത്തിന്റെ ദേഹം കാട്ടിൽ ദഹിപ്പിച്ചു. മരണാനന്തര ക്രിയ വേണല്ലോ, അത് വസിഷ്ഠ മഹർഷി കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു. കർമ്മങ്ങൾ വിധി പോലെ ചെയ്താലേ പരലോകത്ത് സൗഖ്യം ലഭിക്കുകയുള്ളൂ. മന്ത്രിമാരും പ്രജകളും വസിഷ്ഠന്റെ ഉപദേശത്തോടു കൂടി മൂത്തപുത്രനായ സുദർശനനെ രാജാവാക്കി അഭിഷേകം ചെയ്യാമെന്ന് തമ്മിൽ പറഞ്ഞു. അവരെല്ലാവരുടെയും അഭിപ്രായം ഇതായിരുന്നു: ഈ രാജകുമാരൻ ധർമ്മിഷ്ഠനാണ്, സത്യനിഷ്ഠനുമാണ്, പോരാതെ ശാന്ത സ്വഭാവിയും ലക്ഷണമൊത്തവനുമാണ്. ഈ കുമാരൻ രാജാവാകാൻ തികച്ചും അർഹനാണ്. ഇതറിഞ്ഞ് ലീലാവതിയുടെ അച്ഛനായ ഉജ്ജയിനി രാജാവ് യുധാജിത്ത് ധൃതിയിൽ കൊട്ടാരത്തിലെത്തി. അതിനൊരു തത്വം ഇല്ലല്ലോ, മൂത്തപുത്രനല്ലേ രാജാവാവേണ്ടത്. തന്റെ ദൗഹിത്രനായ ശത്രുജിത്തിനെ രാജാവാക്കണമെന്ന് കരുതിയിട്ടാണ് ഓടിയെത്തിയത്. അപ്പോഴേക്കും കലിംഗാധിപതിയായ
മനോരമയുടെ അച്ഛൻ വീരസേനനും എത്തിച്ചേർന്നു. എല്ലാവർക്കും ഇങ്ങനത്തെ തന്നെ നാട്ടം തന്നെയാണ് വേണ്ടത്. ലീലാവതിയുടെ അച്ഛനായ യുധാജിത്ത് പറഞ്ഞു, ഇതിൽ ജ്യേഷ്ഠനാരാണ്? ജ്യേഷ്ഠനാണ് രാജാവാകാൻ അർഹൻ, അല്ലാതെ ഇളയപുത്രനല്ല. വികസേനൻ പറഞ്ഞു, ശർമ്മപത്നിയായ മനോരമയുടെ പുത്രനാണ് സുദർശനൻ. ആ ബാലനാണ് രാജാവാകാൻ അർഹൻ. ശാസ്ത്രജ്ഞരും അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും യുധാജിത്ത് പറഞ്ഞു, ഗുണത്തിന്റെ കാര്യത്തിൽ ശത്രുജിത്താണ് ജ്യേഷ്ഠൻ. അവർ തമ്മിൽ കലശലായ തർക്കത്തിലായി. എൻ്റെ പൗത്രനാണ് ഗുണം കൂടുതൽ എന്നാണ് ഈ കുട്ടിയിലെ മുത്തശ്ശൻ പറയുന്നത്. യുധാജിത്ത് മന്ത്രിമാരോട് ചോദിച്ചു, സുദർശനനെ രാജാവാക്കി നിങ്ങൾ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സുദർശനനെ രാജാവാക്കാൻ സമ്മതിക്കില്ല. വീരസേനൻ യുധാജിത്തിനോട് പറഞ്ഞു, ഇവർ രണ്ടുപേരും മിടുക്കന്മാരാണല്ലോ, തുല്യ ബുദ്ധിമാന്മാരുമാണ്. ഇവരുടെ വാഗ്വാദങ്ങൾ കേട്ട് ജനങ്ങളും ഋഷീശ്വരന്മാരും വിഷമിച്ചു. എന്ത് ചെയ്യണ്ടു എന്നുള്ള ഘട്ടത്തിലായിപ്പോയി എല്ലാവരും. രാജാവിന്റെ മരണം പറഞ്ഞ് സാമന്ത രാജാക്കന്മാർ പടക്കോപ്പുമായി എത്തി യുദ്ധത്തിന്. ശൃംഗവേരപുരത്തിൽ നിന്ന് നിഷാദന്മാർ ഭണ്ഡാരം കൊള്ളയടിക്കാനും എത്തി. രാജാവിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് അവർക്കറിയാമായിരുന്നു. അതിനാൽ രാജ്യം തങ്ങൾക്ക് അധീനമാക്കാനാണ് അവരൊക്കെ പടക്കോപ്പുകളുമായി എത്തിയത്. യുധാജിത്തും വീരസേനനും തമ്മിലുള്ള തർക്കം കൊടുമ്പിരി കൊണ്ടു. അവർ യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടു. ഈ രണ്ടു കുട്ടികളുടെ മുത്തച്ഛന്മാരും യുദ്ധത്തിനൊരുങ്ങി. സാമന്ത രാജാക്കന്മാരും വന്നു. പോരെ നോക്കിക്കോ, ഇതന്നല്ലേ പണ്ട് ആളക്കൊല്ലി എന്ന് പറഞ്ഞത്, അതുമാതിരി തന്നെ. അങ്ങനെ 15ാമത്തെ അധ്യായം നമ്മൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. പിന്നിപ്പോ യുധാജിത്തും വീരസേനനുമായിട്ടുണ്ടായ യുദ്ധത്തിനാണ് വർണ്ണിക്കുന്നത്. യുധാജിത്തും വീരസേനനും തമ്മിലുള്ള തർക്കം കൊടുമ്പിരി കൊണ്ടു. അവർ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. രണ്ട് കുട്ടികളെയും മുത്തച്ഛന്മാർ. എത്ര നല്ലതത്, രണ്ടായി പകുത്ത് വേണമെങ്കിൽ അങ്ങനെ രണ്ടാക്കും കൊടുത്തൂടെ. യുദ്ധം തുടങ്ങി. രണ്ടു ഭാഗത്തുള്ള പടയാളികളും മാന, കുതിര തുടങ്ങിയവയും ചത്തൊടുങ്ങി. പർവ്വതങ്ങളിൽ മഹാമാരി പെയ്യുന്നത് പോലെ രണ്ടു ഭാഗത്തു നിന്നും അമ്പുകൾ അയച്ചു തുടങ്ങി. യുദ്ധം ഘോരമായപ്പോൾ ദേവന്മാരും മനുഷ്യരും മഹർഷിമാരും അത്ഭുതത്തോടുകൂടി ആ യുദ്ധം നോക്കിക്കൊണ്ടു നിന്നു. ആകാശത്തിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ആനയുടെയും കുതിരയുടെയും മുറിവിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടാൽ പാപികളായ നരന്മാർക്ക് എത്തിപ്പെടേണ്ട ചോര കൊണ്ടുള്ള വൈതരണിയാണെന്ന് തോന്നും. അത്രമാത്രം ആനയുടെ ശരീരത്തിൽ എത്ര 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 ഉണ്ടാവും രക്തം. വിഗതികളായ കുട്ടികൾ യമുനയിൽ ചുരക്കെറിഞ്ഞു. അത് അങ്ങുമിങ്ങും തട്ടി ഒഴുകുന്നത് പോലെ മരിച്ച ഭടന്മാരുടെ തലമുടിയോടുകൂടിയ മസ്തകങ്ങൾ ചോരപ്പുഴയിൽ അങ്ങനെ പൊങ്ങി താണും ഒഴുകിക്കൊണ്ടിരുന്നു. അവസാനം യുധാജിത്തിന്റെ അസ്ത്രം കൊണ്ട് കലിംഗാധിപതിയായ വീരസേനൻ പടക്കളത്തിൽ മരിച്ചു വീണു. യുദ്ധക്കളത്തിൽ തന്റെ പിതാവ് വീരമൃത്യു വരിച്ചതറിഞ്ഞ് മനോരമ വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്തു. ഒപ്പം പേടിക്കുകയും ചെയ്തു. ഭയപ്പെട്ടു. തന്റെ ഭർത്താവും അച്ഛനും മരിച്ചു. ഇനി എനിക്ക് ആരും സഹായത്തിനില്ലല്ലോ. എന്നെയും എൻ്റെ മകനെയും ആ ദുഷ്ടനായ യുധാജിത്ത് നശിപ്പിക്കും എന്നൊക്കെ ചിന്തിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ മനോരമ വിഷമത്തിലായി. ധനത്തിലും സ്ഥാനത്തിലും മറ്റും അത്യാർത്തിയുള്ള മനുഷ്യർ വീണ്ടും വിചാരമില്ലാതെ എന്ത് കടുങ്കയും പ്രവർത്തിക്കുമല്ലോ. നമുക്കറിയാലോ, ഇന്നും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുന്നത്. ദേവന്റെ മുതലൊന്നുമില്ല, ബ്രാഹ്മണന്മാർ ബ്രഹ്മസ്വമൊന്നുമില്ല, ദേവസ്വമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ പൈസ ഉണ്ടാക്കണം. അച്ഛനായാലും അമ്മയായാലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഹനിച്ചിരിക്കും. ഭുജിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കും. അഗമ്യകളായ സ്ത്രീകളെ പ്രാപിക്കും. ഏത് അധർമ്മ പ്രവൃത്തികളും ചെയ്യും. ഇതൊക്കെ ചെയ്യും ഈ ദുഷ്ടന്മാര്. മനോരമ ആലോചിക്കുകയാണ്, എൻ്റെ ഈ കൊച്ചുകുട്ടിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഈശ്വരാ, സപത്നിയായ ലീലാവതിക്കും എൻ്റെ മകനിൽ പക ഉണ്ടായിരിക്കും. ലീലാവതിയുടെ പിതാവായ യുധാജിത്ത് തിരിച്ചെത്തിയാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ചിലപ്പോൾ തടവറയിലിട്ട് ദ്രോഹിച്ചെന്നും വരാം. പണ്ട് ദേവേന്ദ്രൻ ദിതിമാതാവിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ വെട്ടി 49 കുട്ടികളാക്കി തീർത്തുവല്ലോ. പണ്ടൊരു സപത്നി മറ്റൊരു സപത്നിക്ക് വിഷം കൊടുത്ത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചുവല്ലോ. ഇതൊക്കെ ഈ മഹാരാജ്ഞിക്ക് ഓർമ്മ വരുന്നത്. ഗരം അകത്ത് ചെന്നതുകൊണ്ട് സഗരൻ എന്ന പേരും വന്നു ചേർന്നില്ലേ അദ്ദേഹത്തിന്. കൈകേയി രാജാവ് ജീവിച്ചിരിക്കെ തന്നെ ജ്യേഷ്ഠപുത്രനായ രാമനെ കാട്ടിലേക്ക് അയച്ചില്ലേ. ആ കാരണത്താൽ തന്നെ ദശരഥ മഹാരാജാവ് കാലഗതിയെ പ്രാപിക്കുകയും ചെയ്തില്ലേ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ രാജ്ഞി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സുദർശനനെ രാജാവാക്കാമെന്ന് തീർച്ചയാക്കിയ മന്ത്രിമാർ യുധാജിത്തിന്റെ പക്ഷം ചേർന്നില്ലേ.
എന്നെ സഹായിക്കാൻ എനിക്കൊരു സഹോദരനും ഇല്ലല്ലോ ദൈവമേ. എന്തായാലും പുത്രനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു ഉപായം കാണാതെ പറ്റുകയില്ല. ഞാൻ പോയാലും എൻ്റെ കുട്ടി ജീവിച്ചിരിക്കണം. അങ്ങനെ സ്നേഹമുള്ള അമ്മമാര്. മനോരമ തന്റെ വിശ്വസ്തനായ മന്ത്രി വിതളനെ വിളിച്ചു വരുത്തി സ്വകാര്യമായി പറഞ്ഞു, എൻ്റെ ഭർത്താവും അച്ഛനും എന്നെ വിട്ടു പോയില്ലേ, ഈ ചെറിയ കുട്ടിയെയും കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക? ഇടനെഞ്ചു പൊട്ടിക്കൊണ്ട് ചോദിച്ചു രാജ്ഞി. നല്ല മന്ത്രിയാണെന്ന് തോന്നുന്നു. മന്ത്രി പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ദേവി. വേഗം ഗംഗാതീരത്ത് അപ്പുറത്തുള്ള കാട്ടിലേക്ക് പോകാം. അവിടെ എൻ്റെ അമ്മാവൻ സ്വഭാവം താമസിക്കുന്നുണ്ട്. അദ്ദേഹം മഹാബലവാനാണ്. അദ്ദേഹം നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. യുധാജിത്തിനെ കാണാനാണെന്ന് പറഞ്ഞ് നമുക്ക് തേയില കയറി രക്ഷപ്പെടാം. ശങ്കിക്കാതെ പുറപ്പെട്ടാലെന്ന് മന്ത്രി പറഞ്ഞു. മനോരമ ലീലാവതിയോട് പറഞ്ഞു, ഞാൻ അച്ഛനെ കാണാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് വിതള്ളൻ എന്ന മന്ത്രിയോടും തന്റെ ദാസിയെയും കൂടെ കൂട്ടി നഗരത്തിന് പുറത്തേക്ക് കടന്നു. മരിച്ചുപോയ അച്ഛനെയും യുധാജിത്തിനെയും കണ്ടു. മരിച്ചുപോയ അച്ഛനാ. അവൾ വളരെ സങ്കടത്തോടുകൂടി അച്ഛന്റെ സംസ്കാരാദി കർമ്മങ്ങൾ അച്ഛന്റെ ശവം കണ്ടു ഒക്കെ ചെയ്ത് പതുക്കെ ആരും അറിയാതെ അവിടെ നിന്ന് വിട്ട് 2 ദിവസം കൊണ്ട് ഗംഗാനദിയുടെ കരക്കെത്തി. മാർഗമധ്യ അവരുടെ ധനത്തെയും തേരിനെയും നിഷ്ഠാതരണം കൊള്ളയടിക്കുകയും ചെയ്തു. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ എന്ന് പറയുന്നില്ലേ നമ്മള്. ഉടുത്ത വസ്ത്രം മാത്രമായി കരഞ്ഞ് തളർന്നവൾ കുട്ടിയെയും എടുത്ത് നടന്നു. ക്ഷീണം കൊണ്ട് നടക്കാൻ വയ്യാത്ത മനോരമയെ ദാസി എങ്ങനെയൊക്കെയോ താങ്ങി ജാഹ്നവി തടത്തിലെത്തി. നദിയിൽ കൂടി ഒഴുകുന്ന മരത്തടിയിൽ കയറി ഗംഗാതീരത്തിനപ്പുറത്തുള്ള ത്രികൂടാചലത്തിലെത്തി. തോണി നടത്താൻ ആളൊന്നുമില്ലാന്ന് തോന്നുന്നു. പേടിച്ചു വിറച്ചുകൊണ്ടവർ താപസന്മാർ താമസിക്കുന്ന ഭരദ്വാജാശ്രമത്തിൽ ചെന്ന് കയറി രക്ഷപ്പെട്ടു. ഭരദ്വാജമുനി ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഈ കാട്ടിലേക്ക് പ്രയാസപ്പെട്ട് വരാൻ എന്താണ് കാരണം? മുനി എത്ര നിർബന്ധിച്ചിട്ടും ദുഃഖഭാരം കൊണ്ട് മനോരമക്കൊന്ന് പറയുവാൻ സാധിച്ചില്ല. അതുകണ്ട് മന്ത്രി വിതള്ളൻ പറഞ്ഞു, മുനെ, ധ്രുവസന്ധി രാജാവിന്റെ ധർമ്മപത്നിയായ മനോരമയാണ് ഇവർ. രാജാവ് ഒരു സിംഹത്തിനാൽ വധിക്കപ്പെട്ടു. ഇവളുടെ മകനാണ് ഈ സുദർശനൻ എന്ന ബാലൻ. ധർമ്മനിഷ്ഠനായ ഇവളുടെ അച്ഛൻ വീരസേനൻ യുധാജിത്തിനാൽ കൊല്ലപ്പെട്ടു. ഇവൾക്കും ഈ ബാലനും ഇനി അങ്ങ് മാത്രമാണ് രക്ഷകൻ. ആർത്തരക്ഷണം യജ്ഞത്തെക്കാൾ ശ്ലാഘനീയമല്ലേ മഹർഷി. പ്രത്യേകിച്ച് ഭയാധിക്യം കൊണ്ട് ദീനയായ ഇവളെ രക്ഷിക്കുന്നത് കുറച്ചുകൂടി അതിന് മഹത്വം കൂടൂലേ എന്നൊക്കെ മന്ത്രി പറയണു. ഋഷി പറഞ്ഞു, ഭദ്രേ, ഒട്ടും ഭയപ്പെടേണ്ട കേട്ടോ. മകനോടൊപ്പം ശത്രുഭയം കൂടാതെ ഈ ആശ്രമത്തിൽ താമസിച്ചു കൊള്ളുക. ഈ ബാലൻ ഭാവിയിൽ രാജാവായി തീരും. അവനെ ശരിക്കും പരിപാലിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു എന്ന് വേദവ്യാസൻ പറയണു. മുനിയുടെ സ്നേഹപൂർവമായ വാക്കുകൾ കേട്ട് സ്വസ്ഥമായി അദ്ദേഹം കൊടുത്ത പർണശാലയിൽ താമസിച്ചു. മനോരമയോടൊപ്പം മന്ത്രി വിതള്ളനും ദാസിയും ആ പർണശാലയിൽ തന്നെ തങ്ങി. മനോരമയെ സമാധാനിപ്പിച്ചു. നല്ല മന്ത്രി, നല്ല ദാസിയായിരുന്നു. അങ്ങനെ 15ാമത്തെ അധ്യായം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 16ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? യുധാജിത്തിന്റെ ഭരദ്വാജാശ്രമ ഗമനം. വ്യാസം പറയണു, രാജൻ, യുദ്ധത്തിൽ മനോരമയുടെ അച്ഛനായ വീരസേനനെ വധിച്ചതിന് ശേഷം യുധാജിത്ത് അയോധ്യയിലേക്ക് വന്നു. മനോരമയും മകനും കൊട്ടാരം വിട്ടുപോയെന്ന് യുധാജിത്തിന് മനസ്സിലായി. മനോരമയുടെ പുത്രൻ തന്റെ പൗത്രന്റെ രാജ്യാഭിഷേകത്തിന് ഭീഷണിയാകുമെന്നോർത്ത് മനോരമയെയും പുത്രനെയും കണ്ടുപിടിക്കുവാൻ സേവകന്മാരെ 4 ഭാഗത്തേക്കും അയച്ചു. മനോരമയുടെ പുത്രനെ നശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. യുധാജിത്ത് ശുഭമുഹൂർത്തം കുറിപ്പിച്ച് തന്റെ പൗത്രനെ വസിഷ്ഠന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി രാജ്യാഭിഷേകം നടത്തിച്ചു. എന്നിട്ടും പകുതിയിരുന്നില്ല. കണ്ടോ? മന്ത്രിമാരും യുധാജിത്തിന്റെ പക്ഷം ചേർന്ന് അഭിഷേകത്തിന് വേണ്ടുന്ന എല്ലാ സംഭാരങ്ങളും ഒരുക്കി. അല്ലയോ ഗുരുശ്രേഷ്ഠ, ആ അഭിഷേകം ജനങ്ങൾ ഒരു ഉത്സവം തന്നെയാക്കി. നഗരം മുഴുവൻ ബ്രാഹ്മണന്മാരുടെ വേദോച്ചാരണം കൊണ്ടും സ്തുതിപാഠകന്മാരുടെ ഗീതങ്ങളെ കൊണ്ടും മുഖരിതമായി. അത്രയും ഗംഭീരായി നർത്ഥം. എന്നാൽ ചില സജ്ജനങ്ങൾ തന്റെ പ്രിയപ്പെട്ട രാജാവായ ധ്രുവസന്ധിയുടെ പത്നിയും പുത്രനും രാജ്യം വിട്ടതറിഞ്ഞ ദുഃഖം കൊണ്ട് സ്വന്തം ഗൃഹത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. രാജ്ഞിയുടെയും മകന്റെയും ജീവനെ പറ്റിയും ജനങ്ങൾക്ക് വേവലാതിയായി. അങ്ങനെ കുഞ്ഞിനെ വധിക്കാനാണ്, ഈ രാജകുമാരനെ വധിക്കാനാണ് ഇദ്ദേഹം വരണമെന്ന് വിചാരിച്ചത്. അപ്പൊ എല്ലാവർക്കും വേവലാതിയായില്ലേ. യുധാജിത്താകട്ടെ തന്റെ പൗത്രനെ രാജാവാക്കിയ ശേഷം
സ്വന്തം കൊട്ടാരത്തിലേക്ക് പോയി. അതിനുശേഷം മന്ത്രിയെ രാജ്യഭാരം ഏൽപ്പിച്ച് മനോരമയെയും പുത്രനെയും അന്വേഷിക്കാൻ പുറപ്പെട്ടു. മനോരമയും മകനും ചിത്രകൂട പർവ്വതത്തിലുള്ള ആശ്രമത്തിലുണ്ടെന്ന് അറിഞ്ഞു. ഇതെല്ലാം എങ്ങനെ അറിയുന്നപ്പാ? അങ്ങനെ അവിടെ എത്തി. യുധാജിത്തിന്റെ കൂടെ നിഷദ്ധാധിപനും ശൃംഗവേരാധീശനുമായ ദുർദർശനും ഉണ്ടായിരുന്നു. അവർ സൈന്യസമേതമാണ് അവിടെ എത്തിയത്. അവരുടെ പ്രധാന ഉദ്ദേശം സുദർശനെ വധിക്കുക എന്നത് തന്നെ. സൈന്യത്തോടുകൂടി യുധാജിത്ത് എത്തിയതറിഞ്ഞ് മനോരമ വളരെ സങ്കടത്തോടുകൂടി മഹർഷിയോട് കരഞ്ഞു പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹർഷി? എങ്ങോട്ടാണ് പോവേണ്ടത്? എൻ്റെ അച്ഛനെ വധിച്ച് സ്വന്തം പൗത്രന് രാജ്യം നേടിക്കൊടുത്തു. ഇപ്പോൾ സൈന്യസമേതം വന്ന് എൻ്റെ മകനെ വധിക്കാൻ ഉദ്ദേശിച്ചു വന്നതാവും ഇവര്. സ്വാമിൻ, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പാണ്ഡവന്മാരുടെ വനവാസ സമയത്ത് പാഞ്ചാലിയുമായി ഒരു താപസന്റെ ആശ്രമത്തിൽ താമസിക്കുകയുണ്ടായി. അവിടെ അത്രി, ധൗമ്യൻ, ഗാലവൻ, ഗൗതമൻ, ഭൃഗു, പൈലൻ, ജാബാലി, കണ്വൻ, ചവനൻ, യജ്ഞഭക്തൻ, സുമന്തു, അഗ്നിഹോത്രൻ, വീതിഹോത്രൻ തുടങ്ങിയ ഒരുപാട് മഹാതാപസന്മാരും ഭരദ്വാജ മുനിമാരും വേദപാഠങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ ആശ്രമത്തിൽ നിർഭയമായി യാജ്ഞസേനി താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഈ രാജ്ഞി. പാവം. അങ്ങനെ അവിടെ ഒരു ദിവസം പാണ്ഡവന്മാർ നായാട്ടിന് പോയ സമയത്ത് സിന്ധുരാജാവായ ജയദ്രഥൻ വേദോച്ചാരണം നടന്നുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിലെത്തി. ജയദ്രഥനെ കാണാൻ ആശ്രമത്തിൽ താമസിക്കുന്ന അന്തേവാസികൾ എല്ലാവരും പുറത്തേക്ക് വന്നു. മുനിപത്നിമാരുടെ കൂടെ യാജ്ഞസേനിയും ഉണ്ടായിരുന്നു. ദേവകന്യകയെ പോലെ സുന്ദരിയായ ദ്രൗപദിയെ കണ്ട് ജയദ്രഥൻ ഈ സുന്ദരി ആരാണെന്ന് ചോദിച്ചു. ശചീദേവിയെ പോലെ സുന്ദരിയായ ഇവളുടെ അച്ഛനും ഭർത്താവും ആരാണെന്ന് ജയദ്രഥൻ മുനിമാരോട് ചോദിച്ചു. ആ ദുഷ്ടൻ ഇവളെ പിടിക്കാൻ തന്നെ പോയി തന്നെ. മുൾക്കാടുകൾക്കിടയിൽ ലവലങ്കലതയുടെ മൃദുലതയുള്ള ഇവൾ ആരാണെന്ന് അറിയുവാൻ ജയദ്രഥന് തിടുക്കമായി. എന്തായാലും ഇവൾ മുനിപത്നിയല്ല, അതുറപ്പ്. ഏതോ രാജ്ഞിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതിനു മുമ്പേ ഈ രാജകുമാരീനെ, അതായത് നമ്മളെ ഇവരെ പാഞ്ചാലിനെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് കേട്ട് ധൗമ്യ മഹർഷി പറഞ്ഞു, ഇവൾ ദ്രുപദ രാജാവിന്റെ പൗത്രിയും പാർത്ഥന്റെ പത്നിയുമായ ദ്രൗപദിയാണ്. അവൾ ഈ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. മഹർഷിക്ക് സത്യമല്ലേ പറയില്ല, ഇവൻ ദുഷ്ടനായിട്ട് വന്നതെന്നും അറിയില്ല. ജയദ്രഥൻ പറഞ്ഞു, ശൂരന്മാരും ബലിഷ്ഠരുമായ പാർത്ഥന്മാർ ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പൊ ധൗമ്യൻ പറഞ്ഞു, പാണ്ഡവന്മാരായവർ 5 പേരും നായാട്ടിനായി കാട്ടിൽ പോയിരിക്കുകയാണ്. മൃഗങ്ങളെയും കൊണ്ട് അവർ ഉടനെ തന്നെ ഇവിടെ എത്തും. ധൗമ്യ മഹർഷിയുടെ വാക്കുകൾ കേട്ട് ജയദ്രഥൻ ദ്രൗപദിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അല്ലയോ സുന്ദരി, ഇവിടെ സുഖം തന്നെയല്ലേ നിനക്ക്? നിങ്ങളുടെ വനവാസം 11 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പോ ദ്രൗപദി പറഞ്ഞു, അല്ലയോ രാജപുത്ര, മംഗളം ഭവിക്കട്ടെ. അങ്ങ് ആശ്രമത്തിൽ വിശ്രമിക്കുക. എൻ്റെ ഭർത്താക്കന്മാർ ഇപ്പോൾ എത്തും. ദ്രൗപദിയുടെ മറുപടി കേട്ട് ജയദ്രഥൻ അവളെ ബലാത്കാരമായി കൊണ്ടുപോകാൻ നോക്കി. മുനിമാർ തടുത്തിട്ടും ജയദ്രഥൻ കൂട്ടാക്കിയില്ല. പണ്ട് ധർമ്മിഷ്ഠനായ വൈരോചനസുതനായ മഹാബലിക്ക് പോലും അബദ്ധം പറ്റിയില്ലേ? അങ്ങനെ ദേവന്മാരുടെ കാര്യസാധ്യത്തിന് സത്വസ്വരൂപനും യോഗിമാർക്കു കൂടി സേവ്യനായ മഹാവിഷ്ണു അല്ലേ ബലിയെ വഞ്ചിച്ചത്? കൊച്ചുകുട്ടിയായി വന്ന് 3 ലോകവും പിടിച്ചടക്കിയില്ലേ? അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. മഹാത്മാക്കൾക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും ധനത്തിനോടുള്ള അത്യാർത്തിയാണ് കാണുന്നത്. പരലോകത്തെ പേടിയില്ലാത്ത പല പാവങ്ങളും ആൾക്കാർ ചെയ്തു കൂട്ടുന്നു. മനസാ വാചാ കർമ്മണ എല്ലാവരും മറ്റുള്ളവരുടെ സ്വത്തിനെ അപഹരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിട്ടും, മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. ദേവന്മാരെ ഭജിക്കുന്നതും വഴിപാട് ചെയ്യുന്നതും ഒക്കെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ്. ദാനമായാലും കച്ചവടമായാലും കയ്യൂക്ക് കാട്ടി പണം നേടുകയാണ് അങ്ങനെയുള്ളവരുടെ ഉദ്ദേശം. വൈശ്യന്മാർ ധാന്യങ്ങളും വസ്ത്രങ്ങളും കച്ചവടം ചെയ്ത് ലാഭം കിട്ടാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരന്റെ സ്വത്തിനായാണ് മോഹിക്കുന്നത്. അതുകൊണ്ട് ആരെയാണ് വിശ്വസിക്കേണ്ടത്? ദാനവും തീർത്ഥയാത്രയും വേദപഠനവും ശാസ്ത്രപഠനവും ഈ ലോകചിന്തയുള്ളവർക്ക് വ്യർത്ഥമല്ലേ മഹർഷി? അതുകൊണ്ട് അങ്ങ് തന്നെ യുധാജിത്തിനെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. സീതയെ പോലെ ഞാനും എൻ്റെ മകനും ഈ ആശ്രമത്തിൽ തന്നെ താമസിച്ചു കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നു. പാവം. മനോരമയുടെ വാക്കേട്ട് ഭരദ്വാജ മുനി യുധാജിത്തിനോട് പറഞ്ഞു, രാജൻ, അങ്ങ് തിരിച്ചു പോയാലും
മനോരമയും കുഞ്ഞും അങ്ങയുടെ കൂടെ പോരുന്നില്ല. ഇത് കേട്ട് യുദ്ധാജിത്ത് പറഞ്ഞു, മോനെ, അങ്ങ് ശാഠ്യം അവസാനിപ്പിക്കൂ, അവളെ വിട്ടയക്കൂ. എന്തായാലും എൻ്റെ ശക്തി ഉപയോഗിച്ച് അവളെയും മകനെയും ഞാൻ കൊണ്ടുപോകും. ഓഹോ. അപ്പം ഭരദ്വാജമുനി പറഞ്ഞു, അങ്ങ് എൻ്റെ ആശ്രമത്തിൽ നിന്ന് മനോരമയെ അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഓ, ഈ മഹർഷിമാരൊന്നിനും കൊള്ളാത്തവരെന്നാണ് ഇയാൾ വിചാരിച്ചത്. പണ്ട് വസിഷ്ഠന്റെ പശുവിനെ വിശ്വാമിത്രൻ ബലാത്കാരമായി കൊണ്ടുപോകാൻ ശ്രമിച്ച മാതിരി ധൈര്യമുണ്ടെങ്കിൽ, ആഹാ പറയും, ധൈര്യമുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകുക എന്ന് ഭരദ്വാജമുനി പറഞ്ഞു. മഹർഷിമാരുടെ ശക്തി ഉണ്ടോ രാജാക്കന്മാർക്ക്? അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഭാഗം ഭഗവാന്റെയും ഭഗവതിയുടെയും പാദങ്ങളിൽ സമർപ്പിച്ച് ബാക്കി ഭാഗം നമുക്ക് വിശ്വാമിത്രന്റെ കഥയാണ് നാളെ പറയേണ്ടത്. അത് നമുക്ക് നാളെ പറയാം. ഇന്നിപ്പോൾ എല്ലാം ആ ജഗദംബികയുടെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും തൃപ്പാദങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.